എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു പുതിയൊരു ഡിഷിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ചിക്കൻ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. 1/2 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലി പുതിന അതെല്ലാം കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം പിന്നെ ആദ്യം ഞാൻ എല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 പിടി മല്ലിയില, 1 പിടി പുതിന ഇല, 5 പച്ചമുളക്, അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി തൈര് ഒഴിച്ചിട്ട് അരക്കുക. തൈര് പുളിപ്പില്ലാത്ത തൈര് നോക്കി എടുക്കണം. എല്ലാം കൂടി അരച്ച് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ആദ്യം വെളുത്തുള്ളിയിട്ട് 10 വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 10 ഇട്ടത്. നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ. പിന്നെ ഇഞ്ചി 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്ക് പച്ചമുളകും കൂട്ടി ഒന്ന് അരച്ചെടുക്കാം. തൈര് പുളിപ്പില്ലാതെ തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. പുളിച്ചു പോയാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. പുളിപ്പില്ലാതെ കട്ട തൈര് നോക്കി എടുക്കണം. നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലൊഴിച്ചിട്ട് ആവശ്യത്തിന് മഞ്ഞളുടെ പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അത് ഫ്രീസറിന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും എല്ലാം മുറിച്ചിട്ട് എടുത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ ചട്ടി ചൂടായാൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം. അത് പൊട്ടിയാൽ 1.5 കപ്പ് വലിയുള്ളി പൊടിയായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒരു 1/2 ഇഞ്ച് കഷ്ണം, 4 വെളുത്തുള്ളി അല്ലി, 4 പച്ചമുളക്, എല്ലാം കൂടെ നല്ലോണം. അപ്പം അതിൻ്റെ എല്ലാം ഒരു പച്ച മണം പോകാനുണ്ട്. അത് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരുവിധം പച്ചമണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തിട്ട് നല്ലോണം ഇളക്കി എല്ലാ മസാലയും എല്ലാവരുടെയും കോട്ടാകുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കും. നല്ലോണം ഇളക്കി ഇതിൽ ഈ മറ്റേ ഉള്ളിയും അതിൻ്റെ മസാലകളെല്ലാം കോട്ടായതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കാണ്ടും വേവിക്കാം കേട്ടോ. കാരണം അത് അധികം വെള്ളം വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിത് കുറച്ച് കൂടുതൽ കറി വേണം എനിക്ക്, അതുകൊണ്ട് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവട്ടെ. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേട്ടെ. ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി മല്ലി ഇല തൂവി നമുക്ക് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.